ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ അത് ചില കാരണങ്ങളാണ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് 2 ദിവസം കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരു മഹാസംഭവം നടക്കാൻ പോവുകയാണ്. ഇറ്റ്സ് എ മഹാസംഭവം. അതായത് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും നടന്നിട്ടില്ലാത്ത, ഞങ്ങളുടെ ചാനലിൽ ഇതുവരെയായിട്ടും ഇട്ടിട്ടില്ലാത്ത ഒരു വ്ളോഗ് ഇടാൻ പോവുകയാണ്. അതായത് 2 ദിവസത്തിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ് ഗൈസ്. ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് അത് ഒരുപക്ഷെ നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ പലരും കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ പറയാൻ കഴിയില്ല. അത് പോകെ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തയ്യാറെടുപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ആ സംഭവം എന്നുള്ളത്. ആൻഡ് എനിവേ, അപ്പം അതിന് വേണ്ടിയിട്ട് 2 ദിവസം മുമ്പേ ഞാൻ തയ്യാറെടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഗായ്സ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, നെർവസ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്, എന്താ പറയുക, ടെൻസ്ഡും ആണ്. കാരണം എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എനിക്കറിയത്തില്ല, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറഞ്ഞുകൂടാന്നും എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സും അച്ഛനും എല്ലാവരും പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ഈ മുടിയും താടിയൊക്കെ വെട്ടി വൃത്തിയാക്കി ഒരു നല്ല കോലത്തിൽ, ഒരു മനുഷ്യക്കോലത്തിൽ വരണം. അതാണ് ഒരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം നമ്മളൊരു നല്ലൊരു നീറ്റായിട്ടിരിക്കണമല്ലോ. അപ്പം അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. സോ ഈ പ്രിപ്പയറിംഗ് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ലുക്ക് മൊത്തത്തിൽ ഒന്ന് അടിമുടി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് ഇത്ര എടുക്കണം, ഈ സൈഡ് എടുക്കണം, താടി ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് ഇവിടെ ഇത്തിരി കട്ടയ്ക്ക് വേണം. ഒരു 5 സൂര്യ നീ അവിടെ മിണ്ടായിരുന്നത് ഫ്രണ്ട്സ് ജയറാം ആക്കാനാണ് അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 5 സൂര്യയുടെ ഇതൊന്നും അല്ല, മറ്റേ അതല്ല ബ്രോ. എനിക്ക് ഇങ്ങനെ ഇവൻ എന്റെ അച്ഛന് കാട് കണ്ടോ, കാടൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊന്നും തളിക്കണം, സൈഡ് അല്ല തളിച്ചൊന്ന് വൃത്തിയാക്കണം. അല്ല തളിച്ചു കൈ കയറിയാ വരത്തില്ല അതാണ്ട് ഇങ്ങനെ വരെയൊക്കെ ചെയ്യാം. അതൊന്നും അല്ല, മുഖം മാറ്റരുത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, സൈഡൊക്കെ എടാ, നീ നേരത്തെ രാവിലെ പറഞ്ഞ പോലെ മറ്റെന്തൊരു സൂര്യയുടെ അതല്ല, അതല്ല എടാ, വേറെ നീ എനിക്ക് അയച്ചു തന്നതാനോട്. ഞാൻ ഒന്നും അയച്ചില്ല, ഇവൻ തന്നെ എടുത്ത് അങ്ങോട്ട് ബോംബെയാണ്. ഞാൻ 2 സൈഡിൽ ബോംബെ തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ എവിടെ ഒതുങ്ങാത്ത, ഒരിടത്ത് നിക്കാത്തത്. ഷോർട്ട് ആവണമല്ലോ. ഷോർട്ട് ആവണം. എടാ, നീ അയച്ചു തന്ന സാധനം സെയിം അല്ല, മറ്റേ നീ എന്ത് സൂര്യയുടെ ആരെ പോലെ ഒരെണ്ണം അയച്ചു തന്നായിരുന്നു. അല്ല, യാതൊരു സിനിമയുടെ സൂര്യയില് അവൻ ഇതുപോലെ കൊണ്ടുപോകണം. ഇതൊന്നും ഞാൻ കാണിച്ചു, എനിക്കറിഞ്ഞോളൂ. മാലിക്കിനെ ഒന്നും അല്ലേ, മറ്റേ സാധനം. നീ എനിക്ക് അയച്ചു തന്ന സാധനം ഇത് ഇവിടെ ഇടും. അതാ, ഇതാണ് എനിക്ക് അയച്ചു. ഇതാണ് എനിക്ക് അയച്ചു തന്നത്. അത് മതി. നീ ചതിയാ. താടിയും കൂടെ പോയാ പറ. താടിയും കൂടെ എന്തെങ്കിലും ചെയ്യണം. അതേപോലെ ഈ ഫോട്ടോ പോലെ താടിയാ നീ എനിക്ക് അയച്ചു തന്ന. അതെ, ഓക്കെ. ബ്രോയുടെ പേരെന്ത്? എന്റെ പേര് അരവിന്ദ്. സ്ഥലം എവിടെ? ആക്കുള. ആക്കുള. ഈ ഫ്രഞ്ച് റോപ്പ് എന്ന് പറഞ്ഞ ചേട്ടൻ ചെയ്തിരിക്കണല്ലേ ഇതല്ലേ? ബ്രോഡ് അതല്ലേ ആ സാധനല്ലേ? ഇവിടെ പുള്ളി നല്ല ലുക്ക് ഉണ്ട്, അതുകൊണ്ട് ചേരും. അതാണ് നമുക്ക് ഒരു ടിപ്പിക്കൽ സാധനം ഉണ്ട്. അല്ല, അത് ഉള്ളത് പറയണ്ടോ. ഫൈനൽ ലുക്ക് കാണിക്കട്ടെ, സൂര്യ കാണിക്കട്ടെ. അഞ്ചൻ സൂര്യയില്ലേ? ജ്യോതിക ചേച്ചിക്ക് മാറി പോവോ? ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് അജണ്ട കഴിഞ്ഞിരിക്കുകയാണ്. ലുക്കായല്ലേ? 2 ദിവസം കഴിഞ്ഞ് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ ഇതായിട്ടും പറഞ്ഞിട്ടില്ല അടുത്ത്. ഇത് സൂര്യയുടെ മറ്റേ പാട്ടിലുള്ള ഒരു പോസാണ്. അപ്പൊ ലുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്കൊരു ബനിയനും ഒരു നിക്കറും
ഒരു സോക്സ് ഒക്കെ മേടിക്കണം. ആദ്യം ഒരു വെള്ളം കുടിക്കണം. അപ്പൊ വെള്ളം കുടിച്ചിട്ട് ബാക്കി പരിപാടി. നിങ്ങൾ കണ്ടിട്ട് പറ. എനിക്ക് സീരിയസ് അടിപൊളി ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വല്ല വർക്ക് ചെയ്യേണ്ടി വരും കേട്ടാ. കൊള്ളാമോ? എങ്ങനെയുണ്ട്? ചേരൂ. ആരെപ്പോലുണ്ട്? നിന്നെ പോലെ ഷർട്ടും മാറ്റി പാൻറ്റും ഒന്ന് മാറ്റിയിട്ട് വേറൊരു ഇതാക്കിയിട്ടുണ്ട്. പാൻറ് ഇങ്ങനെ ലൂസ് ഫിറ്റ് പാൻറ്റും എടുത്ത് ഷർട്ട് കുറച്ചുകൂടെ ഇങ്ങനത്തെ ഒരു സാധനം. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലാതെയും കൊള്ളാം. കണ്ണാടി ല്ലേ? ശരി, ഓക്കെ അല്ലേ? ഇത് ഇൻസെർട്ട് ചെയ്യാതെ തന്നെ നൈസ് ആയിട്ട് ഇൻസെർട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഇൻസെർട്ട് ചെയ്ത് നിന്നിട്ടില്ല. അതാണ് അല്ല, അത് വാങ്ങിച്ചു കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെ മതിയാ? ഇങ്ങനെയൊക്കെ ചെന്ന് നിന്ന ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കരുത്. കൊള്ളാം കൂടെ. ഇത് ഗ്യാപ്പ് എവിടെ പിടിച്ചിട്ടാ സ്മോളെന്ന് പറയണ? നല്ല കാര്യത്തിന് ഒരു വൃത്തി. ഡാർക്ക് കളറൊന്നും വേണ്ട ഡേ, ഡാർക്ക് കളറൊന്നും വേണ്ട, ലൈറ്റ് കളർ മതി. ലൈറ്റ് സാധനം. എനിക്ക് സ്മോള് ശരിയാവൂല ഇത്തിരി. ജെട്ടി വരെ തച്ചിടാണ്ട് ഗതികേടാടേ. വേണ്ടടേ, മീഡിയം ഒന്ന് വെച്ച് നോക്കി. ഇതിട്ട് നടന്ന അടിപൊളിയാണ്. ഇത് മതി. കണ്ട, ഇതൊക്കെ ഒന്ന് തള്ളി. മണി ഉണ്ടെങ്കിലല്ലേ അടിയുള്ളൂ. വേണ്ട കേട്ടോ, അത് മതിയാവല്ലേ? അപ്പൊ അതെടുക്കാം. എന്തിനാടാ അകത്തെടുത്തതിനൊക്കെ കളർ സെലക്ഷൻ ഒക്കെ നമുക്കത്. ഒരു ഇന്നർ ബനിയന്റെ കൂടെ ഇടൂല. ബനിയൻ വേണം ഇതിന്റെ കൂടെ. ബനി ഓക്കെ. നോക്ക്, മുടി വെട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. നോക്ക്, കൊള്ളൂലേ? ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ? എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ? എങ്ങനെയുണ്ട്? കോമഡിയേ? ഏത് ലുക്കെന്നറിയോ? ഏതെങ്കിലും നടന്മാരെ പോലെ തോന്നണ? ഒരു നടനെ പോലെ തോന്നണല്ലേ ഇപ്പൊ രാജുബായ്? നോക്ക്, ആ കടയിൽ വെച്ച് നോക്കിയാ അവിടുത്തെ കണ്ണാടി നോക്കിയപ്പോ അങ്ങനെ ഉണ്ടായിരുന്നടി. തടി ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് എങ്ങനെയുണ്ട്? ഞാൻ ചെയ്ത കൊള്ളത്തില്ലേ? ഇത് ഇങ്ങനത്തെ ലുക്ക് ആദ്യമായിട്ട് കാണാണ്ട് കോമഡി ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ലല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ വെച്ചാലും ചിരി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനം വന്നിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട പരിപാടികളൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ട്. പിന്നെ ഒരുവിധം ചോറ് കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അഥവാ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊന്നുമില്ല ഗൈസ്, ഞാൻ എന്താ പറയാ, ഞാനൊരു പെണ്ണ് കാണാൻ പോകാൻ തീരുമാനിച്ചു. അപ്പം 2 ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ഒഫീഷ്യലായിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ പോവുകയാണ്. എൻ്റെതായ സ്വന്തം പെണ്ണ് കാണൽ തന്നെയാണ്. അപ്പം ആക്ച്വലി എൻ്റെ നിർബന്ധപ്രകാരമൊന്നും അല്ല, വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഇനിയിപ്പോൾ ഇങ്ങനെ നടന്നാൽ പോരാ, ഒരു കൂട്ടൊക്കെ വേണ്ടേ എന്നൊക്കെ അവർ അവവിധം എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നു വീട്ടിൽ നിന്ന്. അപ്പം എനിക്ക് എന്താ പറയുക, വേറെ ഓപ്ഷൻ ഇല്ലാതായിപ്പോയി.
സോ അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ആദ്യത്തെ ഫസ്റ്റ് പെണ്ണുകാണലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞ് പോവുകയാണ്. സോ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെ പേരിലാണ് ഈ സ്കിൻ കെയർ, ഹെയർ സ്റ്റൈല്, പിന്നെ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യമുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. എനിക്കിനിയിപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ നേരത്തെ ഇട്ട് കാണിച്ച ഡ്രസ്സില്ലേ, അത് ശരിക്കും എനിക്ക് മാച്ച് ആവുന്നുണ്ടോ അതൊന്ന് പറഞ്ഞു തരണം. അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഷർട്ട് ഞാൻ ടക്കിൻ ചെയ്യുമ്പോഴാണോ കാണാൻ ലുക്ക്, അതോ അല്ലാതെ അഴിച്ചിങ്ങനെ നോർമൽ ഇതേപോലെ ഇട്ടേക്കുമ്പോഴാണ് ഏതാണ് കാണാൻ രസം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. വിലയേറെ അഭിപ്രായം, കാരണം ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പം ഒരുമാതിരി ഞാൻ വാല കോല എന്നൊക്കെ പോയി നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോകും. അതുകൊണ്ട് എന്നെ കാണാൻ കുറച്ചുകൂടെ മെന ഏതാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, നിങ്ങൾ ഈ കൂട്ടത്തിൽ പലരും പെണ്ണ് കണ്ടിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ അവിടെ പറയണം, എന്തൊക്കെ പറയേണ്ടതെന്ന് ഞാൻ ഇപ്പം അനാവശ്യമായിട്ട് കുറച്ച് 5-6 ഡയലോഗുകളൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും അതായത് ജസ്റ്റ് എന്താണ് ഹോബീസ്, എന്ത് ചെയ്യുന്നു, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ, അങ്ങനത്തെ 5-6 ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ്. പിന്നെ ഡ്രസ്സായി, ഓക്കെ, അത് അപ്പോൾ വേറൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോ എന്ന് പറയുന്നത്, അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് പെണ്ണ് കാണൽ വ്ളോഗാണ്. അവിടെ ചെന്ന് ഞാൻ എന്തൊക്കെ മണ്ടത്തരം കാണിക്കൂലേ എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണുക. സ്റ്റേ ട്യൂൺഡ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.